ഇന്ന് നമുക്ക് ഐശ്വര്യ റായി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ജസ്ബ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായികയെ അനുരാധയെ കാണിക്കുന്നു. അനുരാധ ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ്. ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് അനുരാധ വീട്ടിലേക്ക് എത്തുകയാണ്. അനുരാധയ്ക്ക് ഒരു മകളുണ്ട്. മകളുടെ പേര് ഐറിൻ എന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന ഐറിനെ എന്നും സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ടാണ് കോടതിയിലേക്ക് എത്തുന്നത്. പതിവ് പോലെ അനുരാധ കോടതിയിലേക്ക് എത്തുമ്പോഴോ അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വക്കീലുമുണ്ട്. ഇന്ന് നമ്മുടെ വാദം കേട്ട് ജഡ്ജി വരെ ഞെട്ടണമെന്നൊക്കെ അനുരാധ പറയുന്നുണ്ട്. ഇസ്മയിൽ എന്നൊരാളിന്റെ കേസ് വാദിക്കുവാൻ വേണ്ടിയിട്ടാണ് അനുരാധ എത്തിയിരിക്കുന്നത്. ഈ ഇസ്മായില് പലിശയ്ക്ക് കാശ് കൊടുക്കുകയും ആ ഒരു പലിശ കാശ് തിരിച്ചു കൊടുക്കാത്തവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി നന്നായിട്ട് തല്ലും. നല്ല ഗുണ്ടായുസമൊക്കെ ഇസ്മായിലിന്റെ കൈവശമുണ്ട്. ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇസ്മായിലിന്റെ മേലുണ്ടായിരുന്ന കേസ്. എന്നാൽ അനുരാധയാണെങ്കിലോ അതെല്ലാം കള്ളമാണെന്ന് കോടതിയിൽ തെളിയിക്കുന്നു. അതോടെ ഇസ്മായിലിനെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. പുറത്തേക്കിറങ്ങുന്ന സമയത്ത് അനുരാധയെ കാണുവാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ എത്തുന്നു. ഇസ്മായിലിന്റെ മുഖത്തൊന്ന് നോക്കുവാൻ പോലും അനുരാധയ്ക്ക് താല്പര്യമില്ലായിരുന്നു. മാഡം ഈ ചെയ്തു തന്ന സഹായത്തിന് മാഡം ചോദിക്കുന്നത് എന്ത് ഞാൻ തരാമെന്ന് ഇസ്മായിൽ പറയുമ്പോഴോ അനുരാധയാണെങ്കിലോ തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു CD എടുത്ത് കാണിക്കുന്നു. അതിൽ ഇസ്മായിലിനെതിരായിട്ടുള്ള എല്ലാ തെളിവുമുണ്ട്. നീ ചെയ്ത ക്രൂരതകളെല്ലാം ഈ ഒരു CD-യിലുണ്ട്. നീ ഇനി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ പുറത്തുവിടും. എനിക്ക് നീ ചെയ്ത ക്രൂരതകളെല്ലാം അറിയാം. ഇനി നീ പാവങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല. ഇനി ഇതുപോലൊരു കേസുമായിട്ട് എന്റെ കൺമുന്നിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്മായിലിന്റെ കയ്യിൽ നിന്നും കാശും വാങ്ങിക്കൊണ്ടാണ് അനുരാധ പോകുന്നത്. മറ്റൊരു വശത്ത് യോഹൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണിക്കുന്നു. ഈ യോഹനാണെങ്കിലോ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കാരണം കൈക്കൂലി വാങ്ങി എന്നൊരു കേസ് യോഹന്റെ മേൽ വന്നിരിക്കുന്നു. അതും 1 കോടി രൂപ. പക്ഷേ യോഹൻ അങ്ങനെ ചെയ്തിട്ടില്ല. താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തെളിയിക്കുവാനായി നോക്കുമ്പോൾ ആരും വിശ്വസിക്കുന്നതേയില്ല. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം യോഹൻ പറയുമ്പോഴോ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, നീ വാങ്ങിയ കാശ് കൃത്യമായി തിരികെ കൊണ്ടുവരണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജോലി പോകും. നിന്നെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വേറെ വഴിയില്ലാതെ യോഹൻ നേരെ വരുന്നത് അനുരാധയ്ക്കടുത്തേക്കാണ്. സത്യത്തിൽ ഈ യോഹനും അനുരാധയും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുമായിരുന്നു. എന്നാൽ ഒരു ചെറിയ പ്രശ്നം കാരണം രണ്ടുപേരും പിണങ്ങി. വർഷങ്ങൾക്ക് ശേഷമാണ് യോഹനും അനുരാധയും വീണ്ടും നേരിൽ കാണുന്നത്. അനുരാധയാണെങ്കിലോ ഏത് കേസിൽ കൈവച്ചിട്ടുണ്ടോ ആ കേസെല്ലാം വിജയിച്ചൊരു വക്കീലും. അനുരാധയ്ക്കടുത്ത് യോഹൻ എത്തുന്ന സമയത്ത് അനുരാധ പഴയതുപോലെ മിണ്ടുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. എന്നാൽ യോഹൻ പറയുന്നത്, പഴയ പിണക്കങ്ങളെല്ലാം പോകട്ടെ, എനിക്കൊരു പ്രശ്നമുണ്ട്, നീ അതിൽ എന്നെ സഹായിക്കണമെന്ന് യോഹൻ പറയുമ്പോഴോ അനുരാധ പറയുന്നത്, നിനക്ക് എന്റെ വക്കീൽ ഫീസ് പോലും താങ്ങത്തില്ല. അങ്ങനെയുള്ള നീ എങ്ങനെയാണ് ഈ ഒരു കേസ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുരാധ അവിടെ നിന്ന് പോകുന്നു. അനുരാധ ഒട്ടും തന്നെ യോഹനെ മൈൻഡ് ചെയ്യുന്നതേയില്ല. നേരെ അനുരാധ എത്തുന്നത് സ്കൂളിലേക്കാണ്. സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോർട്സ് ഡേ നടക്കുകയാണ്. അതിൽ കുട്ടികൾക്കൊപ്പം പാരന്റ്സും പങ്കെടുക്കണം. റിലേ പോലൊരു പരിപാടിയാണ് നടക്കുന്നത്. അനുരാധ തന്റെ മകളുടെ കയ്യിൽ നിന്നും സ്റ്റിക്ക് വാങ്ങി ഓടുവാനായും ആരംഭിച്ചു. മകൾ അഭിമാനത്തോടു കൂടിയാണ് അമ്മയെ നോക്കുന്നത്. ഫൈനൽ പോയിന്റിലും എത്തുകയാണ്. എല്ലാ കുട്ടികളും അനുരാധയ്ക്കടുത്തേക്ക് എത്തുന്നു. ഒപ്പം പാരന്റ്സും എത്തുന്നുണ്ട്. എന്നാൽ അനുരാധ അതിനിടയിൽ കൂടി തന്റെ മകളെയാണ് അന്വേഷിക്കുന്നത്. ഐറിനെ അവിടെയൊന്നും കാണുന്നതേയില്ല. ഐറിൻ എവിടെ പോയി എന്ന് അനുരാധയ്ക്ക് ടെൻഷനായി. സ്കൂൾ മുഴുവൻ അന്വേഷിക്കുന്നു. പക്ഷേ ഐറിനെ കാണുന്നില്ല. തന്റെ മകളെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസിൽ വിവരമറിയിക്കുകയാണ് അനുരാധ. അനുരാധ പേര് കേട്ട വക്കീലായതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ കാര്യമായിട്ട് തന്നെ കുട്ടിയെ അന്വേഷിക്കുവാനായും ആരംഭിച്ചു. അതേ സമയത്താണ് അനുരാധയ്ക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചതൊരു അപരിചിതനാണ്. നിന്റെ മകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ നിന്റെ മകളെ ജീവനോട് കൂടി വിടാമെന്നായിരുന്നു അപരിചിതൻ പറഞ്ഞത്. കൂടെ പോലീസുകാരൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം അയാൾ പറയുന്നുണ്ട്. അതനുസരിച്ച് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാനായി ഇറങ്ങുകയാണ് അനുരാധ. എന്നാൽ അനുരാധയെ ഫോളോ ചെയ്ത് പോലീസുകാരും ഉണ്ടായിരുന്നു. അത് അനുരാധ അറിഞ്ഞതേയില്ല. ചെക്ക് പോസ്റ്റിൽ എത്തുന്ന സമയത്ത് ചെക്ക് പോസ്റ്റൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് അനുരാധ പോകുന്നതും. അതുകൊണ്ട് ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാരും അനുരാധയെ ഫോളോ ചെയ്യുവാനായും ആരംഭിച്ചു. അത് മനസ്സിലാക്കിയ ആ ഒരു കിഡ്നാപ്പർ ആണെങ്കിലോ വീണ്ടും അനുരാധയെ കോൾ ചെയ്തിട്ട്, നിന്റെ പിന്നാലെ പോലീസുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ മകളെ വിട്ടുതരുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. അതോടെ അനുരാധയ്ക്ക് വല്ലാതെ ദേഷ്യമാവുകയും തന്നെ ഫോളോ ചെയ്തു വന്ന പോലീസുകാരെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നു. മാഡം, കുട്ടിയെ കണ്ടെത്തണ്ടേ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ, വേണ്ട, ഞാൻ ചെയ്തോളാം, എന്റെ പിന്നാലെ ഇനി വരരുത്, ഞാൻ ആരാണെന്ന് അറിയാമല്ലോ, നിങ്ങളെ ഞാൻ കൊടുക്കുമെന്നുള്ള കാര്യം അനുരാധ പറയുന്നു. അങ്ങനെ അനുരാധയാണെങ്കിലോ വേറെ വഴിയില്ലാതെ തന്റെ വീട്ടിലേക്ക്
എത്തുകയാണ്. മകളെക്കുറിച്ച് ഓർത്ത് അവൾ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. അപ്പോൾ വീണ്ടും കിഡ്നാപ്പറിൽ നിന്നും കോൾ വരികയാണ്. അനുരാധ വെപ്രാളപ്പെട്ട് കോൾ എടുക്കുന്നു. ആദ്യത്തെ ഒരു ചാൻസ് നിങ്ങൾക്ക് നഷ്ടമായി. ഇത് അടുത്ത ചാൻസ് ആണ്. ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് പോലീസുകാർ ആരുമില്ലാതെ നിങ്ങൾ എത്തണമെന്ന് അനുരാധയോട് പറയുന്നു. മാത്രവുമല്ല മകളുടെ ഒരു ഫോട്ടോയും അനുരാധയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അനുരാധ മകളുടെ ഫോട്ടോ നോക്കുമ്പോഴോ അവൾക്ക് മകളെ കണ്ട് ഒരുപാട് സങ്കടം വരുന്നു. മകളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അനുരാധ ഉടനെ തന്നെ കിഡ്നാപ്പർ പറഞ്ഞ സ്ഥലത്തേക്കും എത്തും. അവിടെ അനുരാധയെ കാത്ത് ഒരാളുണ്ടായിരുന്നു. എവിടെ എന്റെ മകളെന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. ആ ഫോട്ടോയിൽ ഐറിൻ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അത് കാണുന്ന അനുരാധയ്ക്ക് ഒരുപാട് സമാധാനമാകുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അനുരാധ ചോദിക്കുമ്പോൾ കിഡ്നാപ്പർ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടാളിയാണ് നിയാസ്. നിയാസ് സിയ എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. ആ ഒരു കേസ് തെളിഞ്ഞത് കൊണ്ട് തന്നെ നിയാസ് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. നിയാസ് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, സിയെ റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിച്ച് നിയാസിനെ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളായ ഐറിനെ കൊന്നുകളയും. ഇതായിരുന്നു കിഡ്നാപ്പറിന്റെ ആവശ്യം. അത് കേട്ട് അനുരാധ ആകെ തകർന്നു പോകുന്നു. കാരണം ഒരു വർഷം മുൻപ് സിയ എന്ന പെൺകുട്ടിയെ നിയാസ് എന്നൊരാൾ റേപ്പ് ചെയ്തിരുന്നു. അതും ആ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയം വീട്ടിലേക്ക് എത്തിയാണ് നിയാസ് റേപ്പ് ചെയ്തത്. മാത്രവുമല്ല ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപ്പെടുത്തിയതിനു ശേഷം പാലത്തിനടിയിലാണ് ഡെഡ് ബോഡി ഉപേക്ഷിച്ചത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ നിയാസാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞു. എല്ലാ തെളിവുകളും നിയാസിനെതിരാണ്. അങ്ങനെയാണ് ആ ഒരു കേസിൽ നിയാസ് അകത്തായതും കേസ് ക്ലോസ് ആയിരിക്കുന്നതും. പക്ഷേ ഇപ്പോൾ നിയാസിന്റെ കൂട്ടാളികൾ ഐറിനെ കടത്തിവെച്ചിട്ട് നിയാസിനെ പുറത്തിറക്കണമെന്നല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നതും. താൻ ആ ഒരു കേസ് എങ്ങനെ റീഓപ്പൺ ചെയ്യുമെന്നൊക്കെ അനുരാധ ചിന്തിക്കുന്നു. മാത്രവുമല്ല അത്രയും മോശപ്പെട്ടൊരു കേസാണല്ലോ, ഇന്ത്യ മുഴുവൻ ഫേമസ് ആയൊരു കേസും. ആ ഒരു കേസിൽ താൻ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താകുമെന്നുള്ള കാര്യം അനുരാധ ചിന്തിക്കുന്നുമുണ്ട്. മാത്രവുമല്ല ഒരു വർഷം മുൻപ് ആ ഒരു കേസ് അന്വേഷിച്ചത് തന്റെ കൂട്ടുകാരനായ യോഹനാണെന്നുള്ള കാര്യം അനുരാധയ്ക്ക് മനസ്സിലായി. അനുരാധ ഉടനെ തന്നെ യോഹനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. എന്നാൽ അതേസമയം യോഹനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. യോഹനാണ് 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയതെന്നാണല്ലോ പോലീസുകാർ കരുതിയിരിക്കുന്നത്. ആ ഒരു കൈക്കൂലി കാശ് തിരികെ ഹാജരാക്കാത്തത് കൊണ്ടാണ് യോഹനെ അറസ്റ്റ് ചെയ്യുവാനായി എത്തിയിരിക്കുന്നത്. എന്നാൽ യോഹനാണെങ്കിലോ ലെറ്റർ എഴുതി വെച്ച് അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്. താൻ ആ 1 കോടി രൂപ എങ്ങനെയെങ്കിലും കണ്ടെത്തിയല്ലേ പറ്റൂ, അതിന് കുറച്ച് സാവധാനം വേണമെന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതി വെച്ചിട്ട് യോഹൻ മുങ്ങുന്നതും. അതേ സമയമായിരുന്നു യോഹനെ അനുരാധ കോണ്ടാക്ട് ചെയ്യുന്നത്. എന്നിട്ട് നിയാസിന്റെ ആ ഒരു കേസിനെ പറ്റി അനുരാധ യോഹനോട് സംസാരിക്കുന്നു. നീ എന്തിനാ ഇനി ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യുന്നത്? ആ ഒരു കേസിൽ നീ എന്തിനിടപെടണം? അതെല്ലാ തെളിവുകളും നിയാസിനെതിരാണ്. അവൻ തന്നെയാണ് ആ കുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്തത്. പിന്നെ ഈ ഒരു കേസിൽ നീ ഇടപെടരുത് എന്നുള്ള കാര്യം യോഹൻ പറയുന്നു. എന്നാൽ അത് കേട്ട് അനുരാധയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഞാൻ എന്തായാലും ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യും. നിയാസിനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള കാര്യം യോഹനോട് പറയുന്നു. അതിനുശേഷം അനുരാധ നിയാസിനെ കാണുവാൻ വേണ്ടിയിട്ട് ജയിലിലേക്കാണ് പോകുന്നത്. നിയാസിന്റെ ഒരു കൂട്ടാളിയും കൂടെ ഉണ്ടായിരുന്നു. അവിടേക്ക് എത്തുന്ന നിയാസ് അനുരാധയെ കാണുന്നതും ഇതാരാ എന്ന് ചോദിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി വാദിക്കാനായി എത്തുന്ന വക്കീലെന്ന് പറയുമ്പോൾ, ഈ ഒരു പെണ്ണാണോ എനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ എത്തുന്നത്? ഏതെങ്കിലും ആണുങ്ങളെ നിങ്ങൾക്ക് റെഡിയാക്കിക്കൂടെ എന്ന് നിയാസ് ചോദിക്കുന്നു. പേര് കേട്ട വക്കീലാണ്, കൈവച്ച എല്ലാ കേസുകളും വിജയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി സാധാരണക്കാരിയല്ല എന്നുള്ള കാര്യം കൂട്ടാളി പറയുമ്പോഴോ നിയാസ് അത് കേട്ട് അനുരാധയെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അനുരാധ പറയുന്നത്, ഞാൻ എന്തായാലും നിങ്ങളെ പുറത്തിറക്കും. എന്നെ വിശ്വസിക്കുന്ന അനുരാധ പറയുമ്പോൾ ഉടനെ തന്നെ നിയാസ് അനുരാധയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കടി എന്ന് പറഞ്ഞിട്ടാണ് നിയാസ് അവിടെ നിന്ന് പോകുന്നത്. ഇത്രയും മോശപ്പെട്ടൊരുത്തിന് വേണ്ടിയിട്ടാണോ താൻ കേസ് വാദിക്കാൻ പോകുന്നത് എന്നൊക്കെയോർത്ത് അനുരാധയ്ക്ക് വല്ലാത്ത കുറ്റബോധം. അനുരാധ അവിടെ നിന്നും യോഹനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ടുള്ള ബെയിൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നീ പോലീസിനെ കണ്ടു പേടിച്ചോടേണ്ട കാര്യമില്ല എന്ന് അനുരാധ പറയുന്നു. മാത്രവുമല്ല ആ ഒരു നിയാസിന്റെ കേസിൽ തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും അനുരാധ ആവശ്യപ്പെടുന്നു. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പോലും അനുരാധ മറുപടി പറയുന്നതേയില്ല. അങ്ങനെ യോഹനാണെങ്കിലോ അനുരാധയെ സഹായിക്കുവാനായും തീരുമാനിക്കുന്നു. അനുരാധയും കൂട്ടി യോഹൻ നേരെ വരുന്നത് ആ മരിച്ചുപോയ സിയ എന്ന പെൺകുട്ടിയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സിയയുടെ അമ്മയോട് താനൊരു ഡോക്യുമെന്ററി തയ്യാറാക്കുവാൻ പോകുന്നെന്നും സിയയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നാണ് അനുരാധ പറഞ്ഞത്. അങ്ങനെ അമ്മയാണെങ്കിലോ സിയയെ കുറിച്ച് പറയുവാനായും ആരംഭിച്ചു. സിയ ഒരു മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയാണ്. മാത്രമല്ല സിയയുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഇടയിലുള്ള പ്രശ്നം കാരണം അവർക്കൊപ്പം നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്കാണ് വീട് റെന്റിനെടുത്ത് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അവൾ റേപ്പ് ചെയ്യപ്പെട്ടതും കൊലപാതകം ചെയ്യപ്പെട്ടതും എന്നുള്ള കാര്യം അമ്മ പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു അവർ പോകുവാനായി ഇറങ്ങുന്ന സമയത്ത്
സിയയുടെ അമ്മ പറയുന്നുണ്ട്. ആ നിയാസിനെ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ട് പുതിയൊരു വക്കീൽ ഹാജരായി എന്നറിയുന്നുണ്ട്. അവൻ പുറത്തിറങ്ങുമോ എന്ന് അമ്മ സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ ഇല്ല, അത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഹാജരാക്കിയിരിക്കുന്നതാണെന്ന് യോഹൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഈ സിയ എന്ന പെൺകുട്ടിയെ ക്രൂരമായിട്ടാണ് നിയാസ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് അവളുടെ മുതുകിൽ ആഴത്തിന് ആയുധം കൊണ്ട് കുത്തിയത് കൊണ്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നതെന്ന്. എല്ലാ തെളിവുകളും നിയാസിനെതിരാണ്. എങ്ങനെ നിയാസിനെ നിരപരാധിയാക്കി തിരികെ കൊണ്ടുവരുമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതേ സമയം തന്നെയായിരുന്നു അനുരാധയ്ക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്ന വക്കീലിനെ കാണിക്കുന്നത്. വക്കീലിനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനും എത്തുന്നുണ്ട്. നിയാസിന് വേണ്ടിയിട്ട് അനുരാധ ഹാജരായിരിക്കുന്നല്ലോ. എന്തിനാ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളുടെ പേര് അവൾ തന്നെ നശിപ്പിക്കുകയാണല്ലോ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ്, അവൻ പാപമാണെന്നൊക്കെ തെളിയിച്ച് അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുവാൻ വേണ്ടിയിട്ടാണോ അനുരാധ ശ്രമിക്കുന്നത്? ഇലക്ഷനൊക്കെ ആകാറായിരിക്കുന്ന സമയമാണ്. നിയാസ് പുറത്തിറങ്ങരുത്. അവൻ പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്കൊക്കെയാണ് ആപത്ത്. അതുകൊണ്ട് നിങ്ങൾ എതിരായിട്ട് നിന്ന് വാദിക്കണം. അവനാണ് ഈ ഒരു തെറ്റ് ചെയ്തതെന്നും അവൻ മോശക്കാരനായിട്ടുള്ള മനുഷ്യനാണെന്നൊക്കെ തെളിയിക്കണമെന്നും രാഷ്ട്രീയക്കാരൻ പറയുന്നു. അങ്ങനെ നിയാസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിൽക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു വക്കീലും തീരുമാനിച്ചിരിക്കുകയാണ്. അനുരാധയ്ക്ക് സിയയുടെ വീട് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ യോഹൻ അനുരാധയും കൂട്ടി സിയയുടെ റെന്റിന് താമസിച്ച വീട്ടിലേക്ക് എത്തുന്നു. കേസ് നടന്ന സമയത്ത് ഈ വീട് ഞാൻ പരിശോധിച്ചതാണ്. ഇവിടെ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് എല്ലാം നിയാസിന്റേതാണ്. അങ്ങനെയാണ് ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടതെന്നും യോഹൻ പറയുന്നു. അതേസമയം അനുരാധയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ഒരു വീട്ടിൽ സിയ ഒറ്റയ്ക്കായിരുന്നില്ല താമസിച്ചിരുന്നത്. സിയയുടെ ബോയ് ഫ്രണ്ടായ സാമും കൂടെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അവരുപയോഗിച്ചിരുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം അവിടെ നിന്നൊക്കെ അനുരാധയ്ക്ക് കിട്ടുകയുമുണ്ടായി. രണ്ടാളും ലഹരിയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. സിയയും സാമും തമ്മിൽ പ്രശ്നമുണ്ടായി. അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ സാം സിയെ കൊന്നതാണെങ്കിലോ എന്നൊക്കെയുള്ള കാര്യം അനുരാധ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിയാസിനെ പുറത്തിറക്കണമല്ലോ അനുരാധയ്ക്ക്. അതിനാണ് അവൾ വളഞ്ഞ വഴിയൊക്കെ നോക്കുന്നത്. അതേ സമയം തന്നെയായിരുന്നു അനുരാധയ്ക്ക് കിഡ്നാപ്പറിൽ നിന്നും കോള് വരുന്നത്. നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? കുട്ടിക്ക് സുഖമില്ലാതായി, വല്ല ടാബ്ലറ്റും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, എൻ്റെ മകൾക്ക് ഒരു അസുഖമുണ്ട്. കുട്ടിക്കാലത്തെ അവൾക്കത് ഉള്ളതാണ്. റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് വീണ്ടും സുഖമില്ലാതായതെന്ന് അനുരാധ പറയുന്നു. എത്രയും വേഗം മെഡിസിൻ എത്തിക്കണമെന്നും കിഡ്നാപ്പർ പറയുന്നു. കിഡ്നാപ്പർ പറഞ്ഞതനുസരിച്ച് മെഡിസിനുമായിട്ട് അയാൾ പറഞ്ഞ പഴയൊരു പൊളിഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് അനുരാധ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു ഡോഗും ഉണ്ടായിരുന്നു. ഡോഗിന് മുന്നിലായിട്ട് ആ ഒരു മെഡിസിൻ ഇട്ട് കൊടുക്കണം, എന്നിട്ട് മാറി നിൽക്കുവാനായിട്ടും അനുരാധയോട് കിഡ്നാപ്പർ പറയുന്നു. അങ്ങനെ ഡോഗിന് മുന്നിലായിട്ട് അവൾ മെഡിസിൻ ഇട്ട് കൊടുത്തു. ഡോഗ് ആ മെഡിസിനുമായിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അതേസമയം അനുരാധയ്ക്ക് ഒരു സർപ്രൈസും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കുവാനായിട്ട് കിഡ്നാപ്പർ അനുരാധയോട് പറയും. ബോക്സ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിൽ ഐറിന്റെ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രസ്സെല്ലാം എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അനുരാധ. അതേസമയം പെട്ടെന്ന് തന്നെ അമ്മ എന്നൊരു വിളി കേൾക്കുന്നു. നോക്കുമ്പോഴോ കാറിൽ ഐറിനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഐറിൻ ആ കാറിൽ നിന്നും പുറത്തേക്ക് തലയിട്ടിട്ട് അമ്മ എന്ന് അലറി കരയുന്നു. അവൾക്കടുത്തേക്ക് ഓടി ചെല്ലുവാനായിട്ട് അനുരാധ ശ്രമിക്കുമ്പോഴോ കാർ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ടു പോകുന്നു. അനുരാധയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൾ തറയിൽ വീണ് കരയുകയാണ് ചെയ്യുന്നത്. അതേസമയം അവിടേക്ക് യോഹനും എത്തുന്നു. നടന്ന കാര്യങ്ങളെല്ലാം യോഹൻ കാണുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? നിന്റെ മകൾ എവിടെ? നീ പോലീസുകാരോടും പറഞ്ഞത് മകൾ അമ്മുമ്മയുടെ വീട്ടിലാണെന്നാണല്ലോ. എന്താണ് സംഭവിക്കുന്നതെന്ന് യോഹൻ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അനുരാധ തുറന്നു പറയുന്നു. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഐറിനെ തിരികെ കൊണ്ടുവരണമെന്നും യോഹൻ പറയുന്നു. അങ്ങനെ യോഹനാണെങ്കിലോ അനുരാധയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത ദിവസം അനുരാധ നേരെ എത്തിയിരിക്കുന്നത് സിയയുടെ വീട്ടിലേക്കാണ്. സിയയുടെ അമ്മയുടെ അനുവാദം പോലും ഇല്ലാതെ സിയയുടെ റൂമിലേക്ക് കയറി സിയയുടെ ലാപ്ടോപ്പിൽ നിന്നും ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുന്നു. എന്നോടൊന്ന് ചോദിക്കാതെ നീ എന്താ ചെയ്യുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോഴോ ഞാൻ സിയയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുകയാണെന്നാണ് അനുരാധ പറയുന്നത്. അത് ഇന്നലെ വന്ന് പരിചയപ്പെട്ടല്ലോ, ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ കയറിയതെന്നും അനുരാധ പറയുന്നു. സാരമില്ല, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഡോക്യുമെന്ററി തയ്യാറാക്കുകയല്ലേ, അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ എടുക്കുവാനായിട്ടും സിയയുടെ അമ്മ പറയുന്നു. അങ്ങനെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അനുരാധ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം ആ ഒരു കേസ് കോടതിയിലേക്കും എത്തുന്നു. അനുരാധയാണ് തന്റെ മകൾക്കെതിരായിട്ട്, അതായത് നിയാസിന് വേണ്ടിയിട്ട് ബാധിക്കുവാനായി എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം സിയയുടെ അമ്മ അറിയുന്നു. സിയയുടെ അമ്മയാണെങ്കിലോ അനുരാധയെ ഒരുപാട് ശപിക്കും വിധമാണ് സംസാരിക്കുന്നത്. മാത്രമല്ല അവിടേക്ക് എത്തുന്ന അനുരാധയുടെ കൂട്ടുകാരനെയും ഒരുപാട് വഴക്ക് പറയുന്നു.
നിയാസിന് വേണ്ടിയിട്ട് അനുരാധ കേസ് വാദിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെയൊക്കെ കൊണ്ടുവരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു സിയയുടെ ദേഹത്ത് ഒരു തരത്തിലുള്ള കെമിക്കൽ കണ്ടെത്തിയിരുന്നു എന്നുള്ള കാര്യം. അത് ഡ്രഗ്സ് ആണോ എന്നുള്ള രീതിയിലൊക്കെ അനുരാധ ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ സിയ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നും നിയാസിന്റെ അടുത്തേക്കാണ് അവൾ ചെന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് അനുരാധ വാദിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സിയയുടെ അമ്മയ്ക്ക് അനുരാധയോട് വല്ലാതെ ദേഷ്യം തോന്നുന്നു. കോടതിയിലെ കേസെല്ലാം കഴിഞ്ഞിറങ്ങുന്ന അനുരാധയ്ക്കടുത്തേക്ക് എത്തുന്ന നിയാസ്, നീ നല്ല രീതിക്കാണല്ലോ കേസ് വാദിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവളെ കളിയാക്കി സംസാരിക്കുന്നു. പക്ഷെ അതെല്ലാം കേട്ടിട്ട് അനുരാധയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. എന്തായാലും ഈ ഒരു കേസിൽ നിന്നും നിന്നെ ഞാൻ പുറത്തിറക്കുന്നത് എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ തീർക്കുമെന്ന് അനുരാധ പറഞ്ഞിട്ട് പോകുന്നു. അനുരാധ തന്റെ കൂട്ടുകാരനെയും കൂട്ടി നേരെ പോകുന്നത് ഈ സിയയ്ക്കൊരു കാമുകനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ സാം, അവനിപ്പോൾ ഉള്ളത് മെന്റൽ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് അനുരാധ. സാമിനോട് സിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സാം പറയുന്നത് അവളെ കൊന്നത് അവനാണ്, എനിക്കറിയാം എന്റെ സിയെ കൊന്നത് അവനാണെന്ന് പറഞ്ഞ് വല്ലാതെ വയലന്റ് ആകുന്നു. ഒടുവിൽ ഈ അനുരാധയാണെങ്കിലോ തന്റെ കയ്യിലുണ്ടായിരുന്ന റെക്കോർഡർ എടുത്തു വെച്ച് അവൻ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ദേഷ്യമെന്ന സാം അനുരാധയെ അടിച്ച് തറയിലിടുന്നു. അവിടേക്ക് കയറി വന്ന ഡോക്ടറാണെങ്കിൽ അനുരാധയും കൂട്ടുകാരനെയും ഒരുപാട് വഴക്ക് പറയും. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? പോലീസ് ചോദ്യം ചെയ്യും പോലെയാണോ ഒരു പേഷ്യന്റിനെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുരാധയും കൂട്ടുകാരനെയും അവിടെ നിന്നും ഇറക്കി വിടുന്നു. എന്നാൽ അനുരാധ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എനിക്ക് അവനോട് സംസാരിച്ചേ പറ്റൂ, ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്, അവൻ ആരുടെയോ പേര് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അനുരാധ പറയുന്നത് കൊണ്ട് തന്നെ കൂട്ടുകാരനാണെങ്കിലോ അനുരാധയെ ആരും അറിയാതെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. യോഹൻ അനുരാധയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കടത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന്റെ എല്ലാവരുടെയും ശ്രദ്ധ തിരിപ്പിക്കുകയാണ്. ആ ഒരു തക്കം നോക്കി അനുരാധ അകത്തേക്ക് കടക്കുന്നു. സാമനോട് സംസാരിക്കുവാനായി ശ്രമിക്കുകയാണ്. ആരാണ് സിയെ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവനാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആരാണെന്നുള്ള പേര് പറയുന്നതേയില്ല. അനുരാധയ്ക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനുരാധ നേരെ പോകുന്നത് നിയാസിന്റെ വൈഫിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. നിയാസിന്റെ ഭാര്യയെ കോടതിയിലേക്കും കൊണ്ടുവരികയാണ്. സിയ മരിക്കുന്ന ദിവസം രാത്രി എന്താണ് സംഭവിച്ചത്, നിയാസ് എവിടെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിയാസാണ് എല്ലാ തവണയും സിയയ്ക്ക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ടേയിരുന്നത്. അന്നേ ദിവസവും രാത്രി ഡ്രഗ്സ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിയാസ് സിയയെ കാണുവാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അതേ തനിക്ക് അറിയുള്ളൂ എന്നുള്ള കാര്യം ഭാര്യ പറയുന്നു. വേറെ എവിഡൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അനുരാധ നിയാസിന്റെ അടുത്തെത്തിയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, നീ തന്നെയാണോ സിയെ കൊന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ മാഡം, ഞാൻ തന്നെയാണ് കൊന്നത്. ഞാനെന്ന് അവൾക്ക് ഡ്രഗ്സ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു. എല്ലാ തവണയും സിയയ്ക്കൊപ്പം സിയയുടെ കാമുകനായിട്ടുള്ള സാമും ഉണ്ടായിരിക്കും. അന്നേ ദിവസം സാമ് ഡ്രഗ്സ് ഒക്കെ അടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. എനിക്ക് സിയയോട് ഒരു മോഹം തോന്നി. ഞാൻ അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തു. അവൾ ഈ ഒരു കാര്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് അവളെ കൊന്നത് മാഡം. എന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നിന്ന് രക്ഷിക്കണമെന്നും നിയാസ് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി അനുരാധയ്ക്ക്. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു രാഷ്ട്രീയക്കാരനെ കാണിക്കുന്നു. രാഷ്ട്രീയക്കാരനാണെങ്കിലോ വക്കീലിനോട് പറയുന്നുണ്ട്, എത്രയും വേഗം ഈ ഒരു കേസ് എന്തെങ്കിലും ചെയ്യണം, കേസ് ഇപ്പോൾ പല വഴിയിലൂടെ പോവുകയാണല്ലോ, എന്തെങ്കിലും എത്രയും വേഗം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലോ ഇസ്മായിലിനെ ഏർപ്പാടാക്കുകയാണ്. ഇസ്മായിലിന് കുറച്ച് കാശ് കൊടുത്തിട്ട് അനുരാധ ഇനി കേസ് വാദിക്കരുതെന്നും പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഓഫീസിലായിരുന്ന അനുരാധയ്ക്ക് ഒരു പാഴ്സൽ വരുന്നു. പാഴ്സൽ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഒരു പാവയുടെ കൈയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ചെറിയൊരു നോട്ടും ഉണ്ടായിരുന്നു. ഇനി അടുത്തതായി വരുന്നത് നിന്റെ കുഞ്ഞിന്റെ കൈയായിരിക്കും. അതിനു മുൻപ് ഞങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യണമെന്നായിരുന്നു ആ ഒരു നോട്ടിൽ എഴുതിയിരുന്നതും. അതെല്ലാം വായിച്ച് ആകെ തകർന്ന അവസ്ഥയിലിരിക്കുകയാണ് അനുരാധ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു സാമിന് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ആരോ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടുപോയ വിവരം യോഹനും അനുരാധയും അറിയുന്നത്. ഉടനെ തന്നെ അവർ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ആരാണ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയതെന്ന് തിരക്കുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സ്റ്റാഫ് ഒന്നും തയ്യാറാകുന്നതേയില്ല. എന്നാൽ യോഹനാണെങ്കിൽ ആരാണ് സാമിനെ കൊണ്ടുപോയതെന്ന് കണ്ടെത്തുന്നു. കൊണ്ടുപോയത് മറ്റാരുമല്ല, ആ ഒരു രാഷ്ട്രീയക്കാരനാണ്. അതായത് രാഷ്ട്രീയക്കാരന്റെ മകനാണ് ഈ ഒരു സാമ്. തന്റെ മകന്റെ പേര് ഈ ഒരു കേസിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് മകനെ ഈ ഒരു കേസിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരൻ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയത്. സാം ഇപ്പോൾ ഉള്ളത് ഇസ്മായിലിന്റെ സംരക്ഷണത്തിലാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അനുരാധ തന്റെ വീട്ടിലേക്ക് പോകുന്നു. യോഹനാണെങ്കിലോ കുട്ടിയെ എവിടെയാണ് കടത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുവാനായും പോവുകയാണ്. വീട്ടിലേക്ക് എത്തിയ അനുരാധ കാണുന്നത് ആ ഒരു രാഷ്ട്രീയ നേതാവിനെയും പിന്നെ ഇസ്മായിലിനെയുമാണ്. നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞില്ലേ ഈ ഒരു കേസിലൊന്നും ഇടപെടരുതെന്ന്. ഈ ഒരു
ഒരു കേസില് നിയാസല്ലേ ജയിലിൽ കിടക്കുന്നത്, അവൻ തന്നെ ജയിലിൽ കിടക്കട്ടെ, പിന്നെ നീ എന്തിനാ ഈ ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് അനുരാധയെ കെട്ടിയിടുന്നു. അതിനുശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന എവിഡൻസ് എല്ലാം കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതേസമയം യോഹനാണെങ്കിൽ എവിടെയാണോ കുട്ടിയെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു. അതേസമയം അവിടെ നിന്ന് ഒരാൾ പുറത്തേക്ക് വരികയാണ്. അയാളുമായിട്ട് യോഹൻ ഫൈറ്റ് നടക്കുന്നു. എന്നാൽ അയാളാണെങ്കിലോ യോഹനെ അടിച്ചിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അയാൾ നേരെ എത്തുന്നത് ജയിലിലേക്കും. നിയാസിനെ കാണുവാൻ വേണ്ടിയിട്ട്. എത്രയും വേഗം നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ പറഞ്ഞിട്ട് പോകുന്നു. നിയാസിനും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ അടുത്ത ഹിയറിംഗ് ദിവസം എത്തി. നിയാസിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് അനുരാധയാണ്. അനുരാധ പറയുന്നത് അന്നേ ദിവസം സിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുമായിട്ട് സിയയുടെ വീട്ടിലേക്ക് നിയാസ് എത്തുകയുണ്ടായി. സിയയോട് നിയാസിന് മോഹം തോന്നിയത് കൊണ്ട് തന്നെ സിയെ അവൻ യൂസ് ചെയ്തു. അതിനുശേഷം കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സാം കണ്ണു തുറന്നു നോക്കുമ്പോഴോ മരണപ്പെട്ട് കിടക്കുന്ന സിയയാണ് കണ്ടത്. സിയയുടെ ഡെഡ് ബോഡിയുമായിട്ട് അവൻ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നീട് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം സാമിനോട് തന്നെ ചോദിക്കണം. കാരണം ആ ഒരു കത്തിയിൽ രണ്ടുപേരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ഒന്ന് നിയാസിന്റേത്, രണ്ട് സാമിന്റേത്. സാമിനെ ചോദ്യം ചെയ്യണമെന്നും അവൾ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് സാമിനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. സാമിനോട് ഇതല്ലേ യഥാർത്ഥത്തിൽ നടന്നതെന്ന് അനുരാധ ചോദിക്കുമ്പോൾ സാമ് പറയുന്നത് മറ്റൊരു വെർഷനായിരുന്നു. താൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ കാമുകി തന്റെ അടുത്തായിട്ട് മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അവളെ ആരോ കൊന്നു എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളെയും എടുത്ത് നേരെ തന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. അച്ഛനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനാണ് താൻ ഈ ഒരു കേസിൽ പ്രതിയാകുമെന്ന് പേടിച്ച് ഉടനെ തന്നെ സിയയുടെ ദേഹത്ത് മദ്യമൊഴിക്കുകയും അവളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് പാലത്തിനടിയിൽ ഇടുകയും ചെയ്തതെന്നുള്ള കാര്യം അവൻ പറയുന്നു. അത് കേട്ട അനുരാധ പറയുന്നത് ഇപ്പോൾ ഈ ഒരു കേസിൽ മൊത്തത്തിൽ 3 പ്രതികളുണ്ട്. 3 പേർ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വീണ്ടും അന്വേഷിക്കണം. ഇത്രയും നാളായിട്ടും സാമും സാമിന്റെ അച്ഛനും പുറത്താണല്ലോ നിൽക്കുന്നത്. നിയാസ് മാത്രമാണ് ജയിലിൽ കിടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലുള്ള കാര്യങ്ങളെല്ലാം തെളിയുന്നതുവരെ നിയാസിന് ജാമ്യം കൊടുക്കണമെന്നും അനുരാധ വാദിക്കുന്നു. അതനുസരിച്ച് നിയാസിന് ജാമ്യം കൊടുക്കുകയാണ് കോടതി. മാത്രമല്ല സാമിനെയും സാമിന്റെ അച്ഛനെയും അന്വേഷണ വിധേയമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ജാമ്യം കിട്ടിയതിന്റെ സന്തോഷത്തിൽ നിയാസ് നേരെ എത്തുന്നത് കാർ പാർക്കിങ്ങിലേക്കാണ്. നിയാസിനെ കാണുവാൻ വേണ്ടിയിട്ട് വന്ന ആൾ പറഞ്ഞിരുന്നു ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് നേരെ കാർ പാർക്കിങ്ങിലേക്ക് എത്തണമെന്ന്. അതനുസരിച്ചാണ് നിയാസ് എത്തിയിരിക്കുന്നതും. സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാർ ചീറിപ്പാഞ്ഞു വരികയും നിയാസിനെ ഇടിച്ചിടുകയും ചെയ്യുന്നു. അനുരാധ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെ അനുരാധയുടെ മകളെ ആ ഒരു കിഡ്നാപ്പർ വിട്ടു നൽകുകയാണ് ചെയ്യുന്നത്. തന്റെ മകളെ കിട്ടിയപ്പോൾ അനുരാധയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കേസ് ജയിച്ചതിനു ശേഷം അനുരാധ നേരെ എത്തുന്നത് സിയയുടെ അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട്. നടന്ന കാര്യങ്ങളെല്ലാം സിയയുടെ അമ്മയോട് പറയുന്നു. എന്റെ കുഞ്ഞിനെ കടത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഒരു കേസിൽ എനിക്ക് ഇടപെടേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ നടന്നതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ മാപ്പ് പറയുന്നു. അപ്പോഴാണ് ഒരു കാര്യം അനുരാധ ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു ശില്പമുണ്ടായിരുന്നു. ആ ശില്പത്തിന് ഒരു കൈയില്ല. അതേ കൈ തന്നെയാണ് തനിക്കൊരു പാഴ്സൽ വന്നില്ലേ ആ ഒരു പാഴ്സലിൽ ഉണ്ടായിരുന്നതെന്നും അനുരാധ ഓർക്കുന്നു. അപ്പോൾ നിങ്ങളാണോ ഇതിന് പിന്നിലെന്ന് അനുരാധ ചോദിക്കുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമും അനുരാധ ശ്രദ്ധിക്കുകയാണ്. അനുരാധയുടെ മകൾ ഉറങ്ങുന്ന ഫോട്ടോ കിഡ്നാപ്പർ അയച്ചു കൊടുത്തിരുന്നല്ലോ. ആ കുട്ടി കിടന്നിരുന്ന അതേ കട്ടിലും അതേ ബെഡ്ഷീറ്റും തന്നെയായിരുന്നു അവിടുത്തെ റൂമിലുണ്ടായിരുന്നത്. ആ റൂമിലേക്ക് എത്തുന്ന അനുരാധയ്ക്ക് തന്റെ മകളെ കടത്തിക്കൊണ്ടു പോയത് സിയയുടെ അമ്മയാണെന്നുള്ള കാര്യം മനസ്സിലായി. നിങ്ങളാണോ ഇത് ചെയ്തത്? എന്റെ മകളെ എന്തിനാ നിങ്ങൾ കടത്തിക്കൊണ്ടു പോയത് എന്ന് ചോദിക്കുമ്പോൾ നിയാസ് ആണ് എന്റെ മകളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അവനെ എന്തായാലും ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കത്തില്ലേ ഉള്ളൂ. അവൻ ഇഞ്ചിഞ്ചായിട്ട് തന്നെ മരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വേറൊരു വഴിയും തെളിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാളെ ഏർപ്പാടാക്കി നിങ്ങളുടെ മകളെ കടത്തിക്കൊണ്ടു പോയതും. നിങ്ങളുടെ മകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവളെ നന്നായിട്ടാ നോക്കിയത്. അവൾക്ക് ആഹാരമൊക്കെ കൊടുക്കുകയുണ്ടായി എന്നുള്ള കാര്യമെല്ലാം സിയയുടെ അമ്മ പറയുന്നു. മാത്രവുമല്ല നിയാസിനെ പുറത്തിറക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അവനെ ഞാൻ ആക്സിഡന്റ് ആക്കിയതിനു ശേഷം അവനെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവനെ ഞാൻ ഇഞ്ചിഞ്ചായി ദ്രോഹിച്ചു. എന്നിട്ടാണ് അവനെ ഞാൻ കൊലപ്പെടുത്തിയെന്നും സിയയുടെ അമ്മ പറയും. അത് കേൾക്കുന്ന അനുരാധ, നിങ്ങൾ ഈ ഒരു കാര്യം നേരായ വഴിയിൽ കൂടി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ എന്റെ മകളെ കടത്തിക്കൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞ് അനുരാധ വല്ലാതെ ഇമോഷണൽ ആകുന്നു. അതേ സമയത്തായിരുന്നു അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ സിയയുടെ അമ്മയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ അനുരാധ പറയുന്നത് എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഇനി വാദിക്കാൻ പോകുന്ന വക്കീൽ ഞാനാണ്. അവരുടെ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണെന്നും അനുരാധ പറയുന്നു. തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരമ്മ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും
ബൈ.